സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ മണ്ഡലത്തിനായി 5 പദ്ധതികൾ സമർപ്പിച്ച് കുന്നത്തൂർ എം.എൽ.എ. ഉല്ലാസ് കോവൂർ. ഇതോടെ മണ്ഡലത്തിലേക്ക് വികസനം ആവശ്യപ്പെടുന്ന ആദ്യ എം.എൽ.എ. ആയി ഉല്ലാസ്. RSP ഇപ്പോൾ പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം നമ്പർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ്. കാരണം കൊല്ലം ജില്ലയിൽ നിന്ന് 3 സീറ്റാണ് RSPക്ക് ലഭിച്ചത്. മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും അങ്ങനെ ഒരു സീറ്റില്ല. തുടർച്ചയായി 3 പരാജയങ്ങൾ. അവിടെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഇപ്പോഴും ആളുകൾക്ക് സംശയമായിരുന്നു. എങ്ങനെയാണ് വീണ്ടും ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയത്? ആദ്യം 2016 അറിയാമല്ലോ, ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് ഞാൻ അവിടേക്ക് ചെല്ലുന്നു, മത്സരിക്കുന്നു. 20,000 പേരെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. രണ്ടാമത് 2021 ഏകദേശം 2,790 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇപ്പോൾ 25,314 വോട്ടിനാണ് വിജയിച്ചത്. അപ്പം മൂന്നാമത്തെ മത്സരത്തിൽ 1,00,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതും ഇടതുപക്ഷം ഭരിക്കുന്ന 6 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 10 പഞ്ചായത്തുകൾ 6 ഇടതുപക്ഷമാണ്. ലോക്സഭയിൽ 1,000-ലേറെ വോട്ടുകൾക്ക് ലീഡുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ കുന്നത്തൂർ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കോട്ടയായിരുന്നു. 1982 ശേഷം ആദ്യമായിട്ടാണ് UDF വിജയിക്കുന്നത്. അപ്പോൾ ശ്രീ രാജീവ് ഗാന്ധി പെരുമ്പതൂരിൽ മരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ സഹതാപ തരംഗത്തിൽ പോലും ആടി ഉലയാത്ത ഒരു ഇടതു കോട്ടയാണ് കുന്നത്തൂർ. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു ഇടതു കോട്ടയാണ് നമുക്കിപ്പോൾ ചലിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ള വലിയ സന്തോഷമുണ്ട്. RSPയെ സംബന്ധിച്ച് ഞങ്ങളുടെ മാതൃപ്രസ്ഥാനം സന്തോഷ് ഭദ്രൻ ആറ്റിങ്ങൽ ഉൾപ്പെടെ ഞാനും വിഷ്ണു മോഹനും ഉൾപ്പെടെ 50%-ലേറെ സീറ്റ് യുവജന സംഘടനയ്ക്കായിരുന്നു തന്നിരുന്നത്. അതിൽ സന്തോഷ് ഭദ്രൻ ചെറിയ മാർജിൻ പരാജയപ്പെട്ടു. ഇരവുരത്ത് ചരിത്ര വിജയം നേടി വിഷ്ണു, കുന്നത്തൂരിൽ 25,000 വോട്ടുകൾക്ക് ഞാനും വിജയിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളുടെ മാതൃപ്രസ്ഥാനം ഞങ്ങൾക്ക് സീറ്റുകൾ നൽകിയതും നിയമസഭയിലെ ഇടപെടിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങളും ഒക്കെയായി ഞങ്ങളെ പാർട്ടി മുന്നോട്ട് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ജില്ലയിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജില്ലയിൽ അഭിമാനാർഹമായ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിപക്ഷ യുവജന സംഘടനാ സമരമുഖങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരമാണ്. കാരണം ഞങ്ങൾ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്രതിഷേധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കരിങ്കൊടി കിട്ടുന്ന അടക്കമുള്ള അനവധി സമരങ്ങൾ നിരവധി തവണ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും കോർ കുഞ്ഞോനാലും ഉല്ലാസ് കോവൂർ, ഞങ്ങൾ രണ്ടുപേരും വലിയ ആരാണ് കൂടുതൽ ജനകീയൻ എന്നുള്ളൊരു മത്സരമായിരുന്നു. അവിടെ പാർട്ടി വോട്ടിൽ ആണ് ഇതുവരെ നിന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൊണ്ടുകൂടിയാണോ ഇങ്ങനെ ഒരു വലിയ മാർജിനിൽ അതും ആ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്? തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ഇടതുപക്ഷ വോട്ടുകൾ കൂടി അനിവാര്യമാണ്. കുന്നത്തൂർ നിയോജക മണ്ഡലത്തിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പോൾ ഇടത് കോട്ടകളായ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തുകൾ, അപ്പോൾ ആ മേജർ ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ പോലും 10 ഗ്രാമപഞ്ചായത്തുകളിൽ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.